കേരളത്തിലെ ഗവർണർമാരെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരളത്തിലെ ആദ്യ ഗവർണറായിരുന്നു ബി രാമകൃഷ്ണ റാവു. 56 മുതൽ 60 വരെയായിരുന്നു ഇദ്ദേഹം ഗവർണർ പദവി വഹിച്ചിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ ചോദിക്കുകയാണെങ്കിൽ അത് PS റാവു ആണ്. രണ്ടാമത്തെ ഗവർണർ VV ഗിരിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഗവർണറായിരുന്നു VV ഗിരി. കേരള ഗവർണറായ ആദ്യ മലയാളിയാണ് V വിശ്വനാഥൻ. 1967 മുതൽ 1973 വരെയായിരുന്നു ഇദ്ദേഹം ഗവർണർ പദവി വഹിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് V വിശ്വനാഥൻ. ഏറ്റവും കുറച്ചു കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തി MOH ഫറൂഖ് ആണ്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ്. 1977 മുതൽ 82 വരെ ഈ പദവി വഹിച്ചു. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണറാണ് രാം ദുലാരി സിൻഹ. മൂന്നാമത്തെ വനിത ഷീല ദീക്ഷിതാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണറാണ് സിക്കന്ദർ ഭക്ത്. അതുപോലെ തന്നെ അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണറാണ് MOH ഫറൂഖ്. ഇനി ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയാണ് VP മേനോൻ. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. 1975 അടിയന്തരാവസ്ഥ കാലത്തെ ഗവർണർ NN വാഞ്ചു ആയിരുന്നു. 1956 മദ്രാസ് സംസ്ഥാനത്ത് ഗവർണറായ മലയാളിയാണ് AG ജോൺ. കേരള ഗവർണർ ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് VV ഗിരി. ഭാരതരത്നം ലഭിച്ച ഏക കേരള ഗവർണറും VV ഗിരി തന്നെയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഗവർണറാണ് P സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ വ്യക്തിയാണ് P സദാശിവം. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, നിലവിലെ കേരള ഗവർണർ ആരാണെന്ന് കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്